ആണ്. ലോങ് വീക്കെൻഡ് ഇവിടെ നല്ല ബോറടിയാ. പക്ഷെ നാട്ടിൽ പോകാനും തോന്നുന്നില്ല. എന്നാ പിന്നെ എവിടേക്കെങ്കിലും ട്രിപ്പ് പോയിക്കൂടെ? എന്റെ ഫ്രണ്ട് ആണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. എന്താ ചെയ്യണ്ടേ? എന്നെ ഏതെങ്കിലും നല്ലൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എന്താ പറഞ്ഞേ? ഞാൻ കൊണ്ടുപോകണമെന്നോ? ഞാൻ മേഡത്തിനെ കൊണ്ടുപോകണമെന്നോ? എന്നാ ഓഫീസിലുള്ള എല്ലാരും കൊണ്ടുപോയാലോ? അത് പിന്നെ ഞാൻ അങ്ങനെ നല്ല ഉദ്ദേശിച്ചത്. എങ്ങനെ പോകുന്ന ആലോചിക്കായിരുന്നു. അത് നിന്റെ ബൈക്കിൽ പോയാ പോരെ? ബൈക്കിൽ പോവാനോ? ഓക്കെ, എവിടെ പോവാന്ന് പറയൂ. ഷേടാ, നീ എന്താ ഇത്ര ആലോചിക്കുന്നത്? നീ ആദ്യം രാവിലെ ബൈക്ക് എടുത്തോണ്ട് പോവാ, എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? അതെന്തൊരു ചോദ്യ? എനിക്ക് 10-15 കേസുണ്ട്. എന്നാ കഥ പറ കേക്കട്ടെ. ഒരു ദിവസം ബസ് സ്റ്റോപ്പില് ബസ് വരുന്ന നോക്കി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വിചാരിച്ച വണ്ടി വന്നില്ല. പക്ഷെ വന്ന വണ്ടിയിൽ ഒരു പെണ്ണ് എന്നെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. എന്റെ മനസ്സിൽ അവളായിരിക്കും ഇനി എന്റെ പെണ്ണെന്ന് വിചാരിച്ചു. അവളും ഞാനുമായിട്ടുള്ള ജീവിതം സ്വപ്നം കണ്ട് ഞാൻ കണ്ണടച്ചിരുന്നു. അത്രേ ഉള്ളൂ. ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോഴേക്കും അവൾ അവളുടെ പാട്ടിന് പോയി. ഇതെന്തോന്ന് പ്രേമോ? പ്രേമുണ്ട്, അതെന്റെ മനസ്സിനകത്തായിരുന്നു. അപ്പൊ നിന്റെ എല്ലാം സിംഗിൾ സൈഡ് ലവ് സ്റ്റോറി ആണല്ലേ? പിന്നെ ഒരു ദിവസം അമ്പലത്തിൽ പോയ സമയത്ത് നമ്മൾ ഈ പ്രസാദം മേടിക്കില്ലേ, അത് വാങ്ങിയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ദേ നിൽക്കുന്നു ദേവതയെ പോലൊരു കുട്ടി. അത്രേ ഉള്ളൂ. അതോടെ ഞങ്ങളെ കല്യാണം കഴിയുന്നു, ഞങ്ങൾക്ക് കുട്ടികളാകുന്നു, ആ കുട്ടികളുടെ കല്യാണം വരെ കഴിയുന്നു. ബുക്ക് തരുന്ന സമയത്ത് ആ പെണ്ണിന്റെ കയ്യിലൊന്നും തൊട്ട അവിടെ ഒരു ലവ് സ്റ്റോറി. പുറകിലോട്ട് തിരിഞ്ഞു പോകുന്ന പെണ്ണിന്റെ മുടി എന്റെ മുഖത്ത് കൊണ്ട അവിടെ പിന്നെ ലവ് സ്റ്റോറി. ഫ്രണ്ട്സിനോട് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്നെ നോക്കിയെന്ന് വെറുതെ ചിരിച്ചാ നമ്മളെ നോക്കിയാണല്ലോ ചിരിച്ചെന്ന് പറഞ്ഞ് നമ്മുടെ ഫ്രണ്ട്സിന് ഒരു പാർട്ടി കൊടുത്താൽ ഇതേ പിന്നെ ലവ് സ്റ്റോറി. ഇതുപോലെയൊക്കെ ആലോചിച്ച് കൂട്ടുന്ന എന്നെ പോലുള്ള ആമ്പിള്ളേർക്ക് ഒന്നല്ല 1000-ലധികം ലവ് സ്റ്റോറി ഉണ്ടാവും. മതി മതി മതി. എന്നെ പറ്റി ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഇയാളെ പറ്റി പറ. എനിക്കൊരു ലവ് സ്റ്റോറി ഉണ്ട്. എന്റെ സീനിയറുമായിട്ട്. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയ സമയത്ത് നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത്. അത്രേ ഉള്ളൂ. ഞാൻ വെറുതെ ഈ കിസ്സും അമ്മ എനിക്ക് തന്ന പോലെയാണോ? അതൊരു ആക്സിഡന്റ്, ഇത് കമ്മിറ്റ്മെന്റ്. അന്ന് അവനോടുള്ള ദേഷ്യത്തിലാണ് ഞാൻ ചെയ്ത്. ഇന്ന് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ തന്നെ. ഒരുപാട് പേർക്ക് ആദ്യം കാണുമ്പോഴേ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടം തോന്നിയത് ആദ്യത്തെ കിസില. ശശി, ശിവ, നിനക്ക് മൈൻഡ് റീഡിങ്ങിനെ പറ്റി എന്തെങ്കിലും അറിയോ? ഞാൻ നിന്നോട് പറയാൻ മനസ്സിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നീ ഇപ്പൊ എന്നോട് പറഞ്ഞു കഴിഞ്ഞു. ഐ ലവ് യു ടു ശിവ. എന്നെ കൊണ്ട് ഈ ഗേറ്റ് വരെ പോലും നിന്നെ പിരിഞ്ഞു പോകാൻ പറ്റുന്നില്ല. നീ എന്റെ കൂടെ ഉള്ള സമയത്ത് ഞാൻ എന്ത് ഹാപ്പി ആയിരുന്നെന്നറിയോ? എനിക്കും അങ്ങനെ തന്നെ. These 3 days are the best days in my entire life. എപ്പോഴും ആഘോഷങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുണ്ടാവാറുള്ളൂ. എന്നാ ഈ 3 ദിവസം അതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷം കിട്ടി. നിന്നോട് പോവണ്ടെന്ന് പറയാനാ തോന്നുന്നത്. എനിക്ക് നിന്നും പിരിഞ്ഞിരിക്കാൻ തോന്നുന്നില്ല. പക്ഷേ നമ്മൾ നാളെ ഓഫീസിൽ കാണേണ്ടവരല്ലേ? നമ്മൾ ഓഫീസിൽ വെച്ച് കണ്ടതുപോലെ അല്ല ശിവ. എനിക്കൊരു സെക്കൻഡ് പോലും നീ ഇല്ലാതിരിക്കാൻ പറ്റില്ല.
അതിനിപ്പോ എന്താ ചെയ്യാ? നീ എന്റെ ഫ്ലാറ്റിലേക്ക് വാ, രണ്ടുപേർക്കും ഇവിടെ താമസിക്കാം. എന്താ നമ്മൾ രണ്ടുപേരോ? ആരെങ്കിലും അറിഞ്ഞ? ഞാന് നമ്മളെ കുറിച്ച് മാത്രമേ ചിന്തിച്ചു നോക്കിയുള്ളൂ. പക്ഷെ നീ മറ്റുള്ളവരെ കുറിച്ച് ആലോചിക്കുന്നേ, അതെന്തിനാ? അല്ല അത് പ്ലീസ് എന്റെ ഫ്ലാറ്റിലേക്ക് നീ വാ ശിവ. ഞാൻ റെന്റ് ഷെയർ ചെയ്യാനല്ല ഞാൻ വിളിക്കുന്നത്, ലൈഫ് ഷെയർ ചെയ്യാൻ വേണ്ടിയാ ശിവ. ഇത് റൂമാണോ സത്രമാണോ? വാതിൽ തുറന്നിട്ടാണോ ഇങ്ങനെ കിടന്നുറങ്ങുന്നേ? ആരെങ്കിലും എന്തെങ്കിലും എടുത്തോണ്ട് പോയാ? കഴിഞ്ഞ ആഴ്ച എന്റെ 2 പാന്റ് 700 രൂപയും കാണാതെ പോയത്. ഞാൻ ആരോട് പോയി ചോദിക്കാനാ? ഞാൻ പോവാ ഇവിടുന്ന്. ഇനിയിപ്പോ പ്രത്യേകിച്ച് എന്ത് പറ്റാനാ? പോടാ. കിച്ചണെങ്കിലും ഒന്ന് വൃത്തിയായിട്ട് നോക്കാനുള്ള കോമൺ സെൻസ് ഇല്ലടാ നിനക്കൊക്കെ. എന്താ വൃത്തിയല്ലെന്നോ? റൂം മൊത്തം ഡേട്ടി ഡേട്ടി ഡേട്ടി. ഇവിടെ തന്നെ തിന്ന്, ഇവിടെ തന്നെ കിടക്ക്, ഇവിടെ തന്നെ കുടിക്കും. ആകെ വൃത്തികേടാക്കി വെച്ചിരിക്കുന്നു. ഐ കാണ്ട് വൃത്തികേട് എവിടെയുള്ള? ഓ എന്തൊരു നാറ്റം. ഓ എന്റെ അമ്മോ, ആകെ ആഴ്ചയിൽ ഒരിക്കലാ നീയൊക്കെ കുളിക്കുന്നത്. എന്നാ ടാപ്പെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് അടച്ചു വെച്ചൂടെ? ഇത് ടൈറ്റ് ആണല്ലോ. ഇതുപോലെയുള്ള വൃത്തികെട്ട റൂമിൽ എനിക്കൊരു നിമിഷം പോലും നിൽക്കാൻ പറ്റില്ല. ഞാൻ പോവാണ്. നീ എന്തോന്നാണ് തുടങ്ങിട്ട് വൃത്തിയില്ലല്ലേ? ടാപ്പ് ടൈറ്റ് അല്ലല്ലേ? ബാത്റൂം നീറ്റല്ലേ? നിന്റെ മനസ്സിലൊന്നും തെളിച്ചു പറ. അത് ഞാനിവിടുന്ന് ഒന്ന് മാറിയാലോന്ന് ഓർത്ത്. അത് ശരി. അയ്യോ അടിക്കല്ലേ. ഏത് സോപ്പാണ്ടാ കുടിക്കുന്നേ? ലക്സ. ആഹാ, ലക്സ. അതാണല്ലേ ഈ ചർമ്മത്തിന്റെ രഹസ്യം. ഇല്ല, ഞാനൊന്നും കണ്ടില്ല. നീ ഒന്ന് മാറിന്നേ. ഇതേ ഡോർ അടച്ചിട്ടില്ല. ഇപ്പൊ ഇവിടെ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, അപ്പൊ അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അച്ഛനോ? ഞാൻ എടുക്കട്ടെ. വേണ്ട. അച്ഛാ പറ അച്ഛാ. അത് ഞാൻ മീറ്റിംഗിൽ കുറച്ച് ബിസി ആയിരുന്നു അച്ഛാ. എന്താടാ രാത്രിയിൽ മീറ്റിംഗ്? മദ്യമുണ്ടായിരുന്നു? എന്റെ അച്ഛ, അത് സോഫ്റ്റ്വെയർ ഓഫീസല്ലേ? ഞാനും അത് തന്നെയാ പറഞ്ഞത്. ലക്ഷക്കണക്കിന് കൈക്കൂലി കൊടുത്തല്ലേ, കോടിക്കണക്കിന് ശമ്പളം ചോദിക്ക്. എന്താ നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണോ? അതെന്റെ അച്ഛൻ. നിനക്ക് 1 കോടി രൂപ ശമ്പളം വേണം അല്ലേ? നീ പറ, എത്ര നിനക്ക് വേണ്ടത്? ഇതാരായി വന്നേക്കുന്നേ? ആദ്യം കറണ്ട് പോയി, ഇപ്പൊ കണ്ടില്ലേ ആരും ബെല്ലടിക്കുന്നു. എനിക്കാകെ പേടിയാവുക. ശിവ, ഇത് നമ്മുടെ ഫ്ലാറ്റാ, ഒന്ന് പേടിക്കാതിരി.